കവിത സുധാകരൻ. ഇത് ഇന്നത്തെ വചനം പറയണത് കാണാതായ വസ്തുക്കൾ കണ്ടെത്താനുള്ള പ്രാർത്ഥനയാണ് കേട്ടോ. മത്തായി 7:7 അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും. എന്തെങ്കിലും വസ്തുക്കൾ കാണാതായിട്ടുണ്ടെങ്കിൽ മത്തായി 7:7 അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും. ഈ വചനം എന്നിൽ ക്രിയ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പ്രെയർ ചെയ്യാം കേട്ടോ. 2 രാജാക്കന്മാർ 6:1-7 പ്രവാചകഗണം എലീഷായോട് പറഞ്ഞു, നമുക്ക് ജോർദാൻ അരികെ ചെന്ന് ഓരോ മരം വെട്ടി അവിടെ ഒരു പാർപ്പിടം പണിയാം. അവർ ജോർദാനിലെത്തി മരം മുറിച്ചു. തടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ യജമാനനെ, അതോ കടം വാങ്ങിയതാണ് എന്ന് അവൻ നിലവിളിച്ചു. എവിടെയാണ് അത് വീണത്? ദൈവപുരുഷൻ ചോദിച്ചു. സ്ഥലം കാണിച്ചു കൊടുത്തപ്പോൾ അവൻ ഒരു കമ്പ് വെട്ടിയെടുത്ത് അവിടേക്ക് എറിഞ്ഞു. അപ്പോൾ ഇരുമ്പ് പൊന്തി വന്നു. അതെടുക്കുക, എലീഷ പറഞ്ഞു. അവൻ കൈനീട്ടി അതെടുത്തു. നഷ്ടപ്പെട്ട കോടാലി അത്ഭുതകരമായി പൊക്കിയെടുത്ത എലീഷ പ്രവാചകനെ പോലെ കാണാതായ വസ്തുക്കൾ കാണിച്ചു കൊടുക്കുവാൻ കാണിച്ച് കൊടുക്കുവാൻ കൃപ ചൊരിയണേ. ഞങ്ങളുടെ രക്ഷകനും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഒളിഞ്ഞിരിക്കുന്ന വസ്തുക്കൾ യേശുനാമത്തിൽ വെളിപ്പെടട്ടെ. അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നവയെ വെളിച്ചത്ത് കൊണ്ടുവരുന്നവനും ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനും അവനാണല്ലോ. 1 കൊറിന്തോസ് 4:5. അവിടുത്തെ കണ്ണിൽ നിന്ന് ഒന്നിനും മറഞ്ഞിരിക്കുക സാധ്യമല്ലല്ലോ. ദൈവമേ, ഇരുട്ടുപോലും അങ്ങയ്ക്ക് ഇരുട്ടായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശപൂർണമായിരിക്കും. സങ്കീർത്തനം 139:12. മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയില്ല. മത്തായി 10:26. വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. ഉൽപ്പത്തി 1:3. സജീവമായ ഈ തിരുവചനങ്ങളുടെ ശക്തിയാൽ ഒളിഞ്ഞിരിക്കുന്ന വസ്തുക്കൾ വെളിപ്പെടട്ടെ. വസ്തുക്കൾ കണ്ണിൽ നിന്ന് മറയ്ക്കുന്ന ദുഷ്ടാരൂപികൾ യേശുനാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. പകൽ വഴികാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുമ്പേ പോയിരുന്നു. പുറപ്പാട് 13:21. വെളിച്ചമായ പരിശുദ്ധാത്മാവെ, മറഞ്ഞിരിക്കുന്ന വസ്തുവിനെ വെളിച്ചത്ത് കൊണ്ടുവരണമേ. അപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.